കാലാവസ്ഥ വിശേഷങ്ങൾ നോക്കാം സ്കൈ വാച്ചിലേക്ക്. നമ്മൾ ഈ ലോട്ടറി ടിക്കറ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഭാഗ്യവാനെ തേടിക്കൊണ്ടിരിക്കുകയാണല്ലോ കേരളം. അപ്പോൾ ഒരു ചെറിയൊരു കഥ കൂടി പറയാം സ്കൈ വാച്ചിൽ പോകുന്നതിന് മുമ്പ്. അതായത് ഇപ്പം ലോട്ടറി ടിക്കറ്റ് അടിച്ചിരിക്കുന്ന ലതീഷ് ഏട്ടൻ്റെ കട നമ്മുടെ ഓഫീസിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ എനിക്ക് പറഞ്ഞ് മുഴുവിപ്പിക്കാൻ പോലും പറ്റുന്നില്ല. ആ കടയുടെ ഫ്രണ്ട് വരെ പോയിട്ട് 500 രൂപ കൊടുക്കണമെന്നൊന്ന് ഓർത്തിട്ട് ടിക്കറ്റ് എടുക്കാതെ വന്നൊരു കൂട്ടുകാരി എനിക്കുണ്ട്. ആ കൂട്ടുകാരിയും പിന്നെ ഒപ്പം തന്നെ കേരളം മുഴുവൻ സഞ്ചരിച്ച് 10 ടിക്കറ്റ് എടുത്ത് ഒന്നും പഠിക്കാതെ തലയ്ക്ക് കൈയും വെച്ചിരിക്കുന്ന ഒരു കൂട്ടുകാരനും എനിക്കുണ്ട്. ആ കൂട്ടുകാരുടെ കോംബോയാണ് ഇന്ന് സ്കൈ വാച്ചിൽ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ആ കൂട്ടുകാരൻ ഓസ്റ്റിയാണ്, ക്യാമറ ചെയ്യുന്നുണ്ട്. ആ കൂട്ടുകാരിയാണ് ആതിര സരസ്വതി. ആതിര, ഗുഡ് മോർണിംഗ്. എന്നാണ് ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് സേതു. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ വിവരങ്ങൾ നോക്കാം. വെളുപ്പിന് നല്ല ഇടിവെട്ടി മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ വിവരങ്ങൾ എങ്ങനെയാണെന്ന് അറിയണ്ടേ? സ്കൈ വാച്ചിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് മാപ്പ് പരിശോധിക്കേണ്ടതുണ്ട്. മാപ്പ് പരിശോധിച്ചാൽ 2 ജില്ലകളിലാണ് ഇന്ന് മുന്നറിയിപ്പുള്ളത്. പത്തനംതിട്ടയിലും ഇടുക്കിയിലുമാണ് ഇന്ന് യെല്ലോ അലേർട്ട് നൽകിയിട്ടുള്ളത്. നിലവിൽ മറ്റ് ജില്ലകളിലൊന്നും മുന്നറിയിപ്പില്ല എന്നുള്ളതാണ്. എന്നാൽ അടുത്ത 3 മണിക്കൂറിൽ എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മഴയ്ക്കൊപ്പം ഇടിമിന്നൽ കാണുമെന്ന കാര്യം ആരും മറക്കണ്ട. കേരളത്തിന് പുറത്തേക്ക് എത്തുമ്പോൾ ഹിമാചൽ പ്രദേശിൽ വീണ്ടും മഴ ശക്തമാകുമെന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ആലിപ്പഴം വീഴ്ചയൊക്കെ ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പും ഇതിനൊപ്പം നൽകുന്നുണ്ട്. കാറ്റ് നോക്കുമ്പോൾ അറബിക്കടലിൽ ഒരു ചുഴലിക്കാറ്റ് രൂപം കൊണ്ടിട്ടുണ്ട്. ശക്തി എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ചുഴലിക്കാറ്റിൻ്റെ സ്വാധീന ഫലമായി മഹാരാഷ്ട്രയിലും ഗുജറാത്തിലുമൊക്കെ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില പ്രദേശങ്ങളൊക്കെ വെള്ളപ്പൊക്ക ബാധിതവുമാണ്. സംസ്ഥാനത്തെ താപനില പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരത്ത് 34 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില. കൊച്ചിയിലേക്ക് എത്തുമ്പോൾ ഉയർന്ന താപനില 32 ഡിഗ്രി സെൽഷ്യസ് ആണ്. കോഴിക്കോട് 34 ഡിഗ്രി സെൽഷ്യസ്, മൂന്നാറിലേക്ക് 27 ഡിഗ്രി സെൽഷ്യസ്. ഇങ്ങനെയാണ് താപനിലയുടെ കണക്കുകൾ. ഈ മിയാമി എന്ന് കേട്ടിട്ടുണ്ടോ? അമേരിക്കയിലെ ഫ്ലോറിഡയിലെ മിയാമി ബീച്ച്, സൗത്ത് കരോലിനയിലെ മർട്ടിൽ ബീച്ച് തുടങ്ങിയ ചില പ്രദേശങ്ങളിൽ തെക്ക് കിഴക്കൻ തീരത്ത് കിങ് ടൈഡ്സ് എന്ന ഒരു പ്രതിഭാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് അവിടുത്തെ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ലോക കാലാവസ്ഥ എടുത്ത് നോക്കുമ്പോൾ കിങ് ടൈഡ്സ് ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് കണ്ടുകൊണ്ട് അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയതാണ് പ്രേക്ഷകരുടെ അറിവിലേക്ക് വേണ്ടി. ഇനി സേതുലക്ഷ്മിയിലേക്ക്.